ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പരിപ്പുവട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് കടലപ്പരിപ്പാണ്. അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. രണ്ട് 3 മണിക്കൂറിന് ശേഷം വെള്ളം നന്നായിട്ട് വാർത്തെടുക്കാം. അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ വേപ്പിൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞത്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഈ സമയം കൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ചെറുത കട്ടകൾ ഒക്കെ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. പിന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം തീരെ ചേർക്കാൻ പാടില്ല. പിന്നെ ഇടയ്ക്ക് അരച്ചെടുക്കുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ആക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു 2-3 ബാച്ച് ആക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ഓരോരുത്തരെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ മിക്സ് കയ്യിൽ ജസ്റ്റ് ഒന്ന് പരിപ്പുവടയുടെ ഷേപ്പ് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ കറക്റ്റ് ആ ഷേപ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് കുഴപ്പമില്ല എന്നർത്ഥം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിവിടെ ചെറിയ എരിവ് മതി വെച്ചിട്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തത്. നല്ല എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 1.5 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ പരിപ്പ് വടയിൽ ഉപ്പും അതേപോലെ തന്നെ മുളക് പൊടിയൊക്കെ പാകത്തിനല്ലെങ്കിൽ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് തോന്നില്ല. പിന്നെ ഓരോരുത്തരും മുളക് പൊടിയും അതൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണയിൽ ഒരു 2-3 ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പും മുളക് പൊടിയൊക്കെ കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് പിന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇനി വട ഉണ്ടാക്കി തുടങ്ങാം. നമ്മളിപ്പോൾ ഇതിൽ ചേർത്തത് ചെറിയ ഉള്ളിയാണ്. അതിന് പകരമായിട്ട് സവാള ചെറുതാക്കി അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിൽ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പരിപ്പ് വടക്ക് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ അത് വിരലുപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കരുത്. കൈവെള്ളയിൽ വെച്ചിട്ട് വേണം അത് ഷേപ്പ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഡയറക്റ്റായിട്ട് പരിപ്പ് വട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. അതുപോലെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഒരു ചീനച്ചട്ടിയാണ് ബെസ്റ്റ്. കാരണം ഇത് മുങ്ങിക്കിടക്കണം.
ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് വെന്ത് കിട്ടുന്നത് വരെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ഇത് ഏകദേശം ഈ ഒരു കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പരിപ്പുവട എപ്പോഴും ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കാൻ തന്നെ സിമ്പിളാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.